മീനു, എന്താ വായിക്കുന്നത്? ഈ പുസ്തകത്തിൽ നല്ല കഥകളുണ്ട്. ആനക്കുഞ്ഞെ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഒരു ദിവസം കുറച്ചു കുട്ടികൾ ഒരു മാവിൻ തോട്ടത്തിൽ കയറി മാമ്പഴം പറിക്കാൻ ശ്രമിച്ചു. അയ്യോ, മറ്റൊരാളുടെ തോട്ടത്തിൽ കയറി അനുവാദമില്ലാതെ മാമ്പഴം പറിക്കുന്നത് തെറ്റല്ലേ? അതേ ആനക്കുഞ്ഞെ, കുട്ടികളെ ഒരാൾ പറഞ്ഞു, ഇത് അന്യരുടെ മുതലാണ്, നമ്മൾ ഇത് പറിക്കരുത്. പക്ഷേ മറ്റു കുട്ടികൾ കേട്ടില്ല. അവർ തോട്ടത്തിൽ കയറി മാമ്പഴം പറിക്കാൻ തുടങ്ങി. തോട്ടത്തിൽ കയറരുത് എന്ന് പറഞ്ഞ് കൂട്ടുകാരെ തടയാൻ ശ്രമിച്ച ആ കുട്ടി മാത്രം പുറത്തു നിന്നു. അവൻ അവിടെ കണ്ട് ഒരു പൂ പറിച്ചു. തോട്ടമുടമ കുട്ടികൾ മാമ്പഴം പറിക്കുന്നത് കണ്ട് വടിയുമായി അവിടെ എത്തി. തോട്ടമുടമയെ കണ്ടത് മാമ്പഴം പറിച്ചു കൊണ്ടിരുന്ന കുട്ടികളെല്ലാം ഓടിപ്പോയി. അയാൾ നോക്കിയപ്പോൾ കയ്യിൽ ഒരു പൂവുമായി വേലിക്ക് പുറത്തു നിൽക്കുന്ന കുട്ടിയെയാണ് കണ്ടത്. അയാൾ അവനെ ശാസിച്ചു. ഞാനൊരു പൂവല്ലേ പറിച്ചുള്ളൂ, അവൻ വിക്കി വിക്കി പറഞ്ഞു. എന്ത് സാധനമായാലും മറ്റുള്ളവരുടെ മുതൽ അവരുടെ അനുവാദമില്ലാതെ എടുക്കുന്നത് മോഷണമാണ്, തോട്ടമുടമ കുട്ടിയോട് പറഞ്ഞു. അത് കേട്ട് അവന് വിഷമമായില്ലേ? അവന് വിഷമമായി. പക്ഷേ അവൻ മനസ്സിലുറപ്പിച്ചു, ഇനി മുതൽ ഏത് സാഹചര്യത്തിലും ഞാൻ മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവരുടെ സാധനങ്ങൾ എടുക്കില്ല. ഞാൻ ജീവിതത്തിൽ എന്നും സത്യസന്ധനായിരിക്കും. ആനക്കുഞ്ഞിനറിയാമോ, അന്നത്തെ ആ കുട്ടിയാണ് പിന്നീട് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയായി വളർന്നത്. മഹത്തുക്കളെല്ലാം അവരുടെ ജീവിതത്തിൽ എന്നും സത്യസന്ധത പുലർത്തിയിരുന്നു, അല്ലേ മീനു? അതെ, ശരിയാണ്. ഞാൻ ഗുരുവിന്റെ കുട്ടിക്കാലത്തെ ഒരു കാര്യം കൂടി ആനക്കുഞ്ഞിന് പറഞ്ഞു തരാം. ഒരു ദിവസം കരുണൻ കുഞ്ഞിന് വഴിയിൽ വെച്ച് ഒരു പൊതി കളഞ്ഞു കിട്ടി. അതിനുള്ളിൽ എന്തായിരുന്നു? മിഠായിയോ? അല്ല, ഒരടുക്ക് നോട്ടുകൾ. പണം? അപ്പോൾ കരുണൻ കുഞ്ഞത് എന്തു ചെയ്തു? കരുണൻ കുഞ്ഞ് വിചാരിച്ചു, ഇത് ആരുടെയോ പണം കളഞ്ഞു പോയതാണ്, തിരിച്ചു കൊടുക്കണം. കരുണൻ കുഞ്ഞ് അത് സുരക്ഷിതമായി ഒരു തെങ്ങിൻ പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം ഒരു തേങ്ങ കച്ചവടക്കാരൻ വന്ന് അമ്മാവനോട് എന്റെ പണം നഷ്ടമായി എന്ന് വിഷമത്തോടെ പറയുന്നത് കരുണൻ കുഞ്ഞ് കേട്ടു. അപ്പോൾ തന്നെ കരുണൻ കുഞ്ഞ് ഓടിപ്പോയി പൊതിയുമായി തിരിച്ചു വന്നു. ഇതാണോ നിങ്ങളുടെ കളഞ്ഞു പോയ പണം എന്ന് ചോദിച്ചു. കച്ചവടക്കാരൻ സന്തോഷത്തോടെ കുഞ്ഞിനെ ചേർത്തണച്ചു. കുഞ്ഞിലെ മുതൽ കരുണൻ കുഞ്ഞ് ജീവിതത്തിൽ സത്യസന്ധത സൂക്ഷിച്ചിരുന്നു, അല്ലേ മീനു? അതിയാണ് കുഞ്ഞെ, നമ്മളും ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പാലിക്കണം. സത്യസന്ധതയാണ് മഹത്തായ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അതേ കൂട്ടുകാരെ, സത്യസന്ധതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ചെറുപ്പത്തിൽ തന്നെ സത്യം പാലിക്കുന്ന കുട്ടികളാണ് നാളെ നല്ല മനുഷ്യരായി വളരുന്നത്. നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമല്ല, വാക്കിലും സത്യസന്ധത പുലർത്താൻ ശ്രദ്ധിക്കണം. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഗുരുവിന്റെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ വാക്കുകളും സത്യമുള്ളതായിരിക്കണം. അതുകൊണ്ട് നമുക്കും ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധതയും നീതിയും പാലിക്കാം. മനസ്സും വാക്കും പ്രവൃത്തിയും സൂക്ഷിച്ച് നല്ല മനുഷ്യരാകാം.